ഗോലി കോളിംഗ് ബെല്ല് അടിക്കുന്നു, പോയി ഡോറ് തുറക്കൂ. ആദ്യം ആരാണോ ബെല്ല് കേട്ടത് അവൻ പോയി തുറന്നോണം. ആരുടെയാണോ വീട് അവൻ പോയി തുറക്കണം. ഗോലി, നിന്റെ വീട് എന്റെ പേരിൽ എഴുതാം, അപ്പൊ ഞാൻ പോയി തുറക്കാം. എന്നാ ശരി, ഇന്ന് മുതൽ ഈ വീട് നിന്റേത്. ഇറങ്ങിക്കോ ഇറങ്ങിക്കോ, രണ്ടുപേര് വീട്ടിൽ ഇറങ്ങിക്കോ. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ കേട്ടോ, പോകുന്ന വഴിക്ക് ഡോർ തുറന്നേക്കണം. കത്തോ? ഈ കത്ത് ഞാൻ വായിക്കാം, ഇങ്ങോട്ട് തന്നെ. ഇത് കണ്ടിട്ട് റഷ്യക്കാരോ? എടാ ട്യൂബ്ലൈറ്റ്, കത്ത് തലതിരിച്ച പിടിച്ചേക്കണേ. ഇങ്ങതാ, ഞാൻ വായിക്കാം. ഡിയർ കസിൻ ഗോലിച്ചേട്ടാ, ദിസ് ഈസ് ഇൻവിറ്റേഷൻ കാർഡ്. എനിക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞു, ഇനി മലയാളത്തിൽ കേട്ടോ. എന്റെ പിറന്നാളിന് വന്ന എന്റെ വായിൽ കേക്ക് വെച്ച് തരാനുള്ള സുവർണ അവസരം ഉണ്ട്. ഇനി വരാൻ പറ്റിയില്ലെങ്കിൽ എനിക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നാ മതി, അതിലെനിക്ക് വിഷമമില്ല. കാർഡിന് പുറകിൽ എന്റെ അഡ്രസ് ഉണ്ട്, മുമ്പിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അത് വായിച്ചോ ഇല്ലേന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാ. എടാ, എന്നോട് നീ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. എടാ, ഇതെന്റെ കസിൻ ബ്രദറാ. ചെറുപ്പത്തിൽ ഞാൻ അവനെ ശരിക്കും പഞ്ഞിക്കിട്ടിട്ടുണ്ട്. ഐസ്ക്രീം വേണമെന്ന് ചോദിക്കും, അവൻ വേണമെന്ന് പറയും. അപ്പൊ അവനിട്ട് ഞാൻ ശരിക്കും കൊടുക്കും. എന്നിട്ട് ചോദിക്കും, ഈ തണുപ്പ് സമയത്ത് നിനക്ക് ഐസ്ക്രീം കഴിക്കണമല്ലോടാ. ചിലപ്പോ അവൻ എന്നോട് വന്ന് ചോദിക്കും ഐസ്ക്രീം വേണമെന്ന്. ഞാനപ്പോ അവനോട് ചോദിക്കും, നിനക്ക് എവിടെന്നാടാ ഐസ്ക്രീം കിട്ടിയെന്ന്. നിന്റെ അടുത്ത് ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലടാ, പിന്നെ എവിടുന്ന് ഐസ്ക്രീം കൊണ്ടുവന്നേ? ചെറുപ്പത്തിൽ അവൻ ദീപാവലിക്ക് പൊട്ടാസ് വയ്ക്കണ തോക്കായിരുന്നു. ഇപ്പൊ അറിയില്ല അവൻ പഠിച്ചു വലുതായി ഷോട്ട് ഗൺ ആയോ അതോ സ്നൈപ്പർ ആയോന്ന്. ബർത്ത്ഡേക്ക് പോകാൻ വേണ്ടി എനിക്ക് കൊതിയായിട്ട് പാടില്ല. അഡ്രസ് നോക്ക് ഗോലി, എവിടെയാ ബർത്ത്ഡേ പാർട്ടി? അയ്യോ, അഡ്രസ് മാഞ്ഞുപോയി. ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട്, അതിൽ നമുക്ക് വിളിച്ചു ചോദിക്കാം. അയ്യോ, ഫോൺ നമ്പർ മാഞ്ഞുപോയി. മേൽക്കൂരക്ക് പകരം ചായയുടെ അരിപ്പയാണോ വെച്ചേക്കുന്നത്? എപ്പോ നോക്കിയാലും വെള്ളം വീണുകൊണ്ടേയിരിക്കും. ഇത് മാത്രം അറിയുള്ളൂ, സ്ഥലപ്പേരിന്റെ ലാസ്റ്റ് പിറന്നാണ്. അങ്ങനെയാണെങ്കിൽ തുണക്പൂർ ആയിരിക്കും. നിനക്കെങ്ങനെ അറിയാം? ആർക്കും അറിയാത്ത കാര്യമാണെങ്കിൽ ഇതുപോലെ ബുദ്ധി ഉപയോഗിക്കണം. അത് മാത്രമല്ല, തുണക്കിനോട് പുറ മാത്രമേ ചേരുള്ളൂ. തുണക്ക് സ്ഥാനോ ചേരത്തില്ല. എനിക്കും തുണപ്പൂരാണെന്നാ തോന്നുന്നേ. വാ, നമുക്ക് പോകാം മുന്നേട് പാർട്ടിക്ക്. നല്ലവരിൽ നല്ലവൻ മുന്നാ ഭായി, ഹാപ്പി ബർത്ത്ഡേ മുന്നാ ഭായി. നന്മയുള്ളവൻ മുന്നാ ഭായി, ഹാപ്പി ബർത്ത്ഡേ മുന്നാ ഭായി. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. ആ സന്തോഷത്തിൽ എന്ത് ചോദിച്ചാലും ഞാൻ ഇന്ന് തരുന്നതാണ്. അതുകൊണ്ട് ചേട്ടാ, പാന്റ് ലൂസാ, എനിക്കൊരു ബെൽറ്റ് തരാവോ? അതിനെന്താ, ഇപ്പൊ തരാലോ. അയ്യോ, ഇപ്പൊ പാന്റ് ടൈറ്റ് ആയോ? ആർക്കെങ്കിലും ചെരുപ്പ് വേണമെങ്കിൽ പറയണം കേട്ടോ. ഒന്നും വേണ്ട ചേട്ടാ, കേക്ക് കട്ടിയത് ചേട്ടൻ തന്നെ അങ്ങ് കഴിച്ചോ. ഒരിക്കലും ഞങ്ങൾ ചോദിക്കത്തില്ല. എന്റെ ടീമിലുള്ളവർ എത്ര നല്ലവരാണ്, സ്വന്തം ബോസിനോട് പോലും ഒന്നും ചോദിക്കുന്നില്ല. ഇവൻ ഭയങ്കര പ്രശ്നക്കാരനാ. ഇവനെക്കാളും നല്ലൊരുത്തം വന്നു കഴിഞ്ഞാൽ ഇവനെ ഞാൻ അന്ന് പഞ്ഞിക്കിടും. ചേട്ടാ, ബലൂൺ ഞാൻ പൊട്ടിക്കട്ടെ ചേട്ടാ? വേണ്ട, ഗോലിച്ചേട്ടൻ വരുന്നവരെ ബലൂണും പൊട്ടിക്കണ്ട, കേക്ക് മുറിക്കണ്ട. എത്ര കാലം വേണം ഗോലിച്ചേട്ടനെ കണ്ടിട്ട്? അദ്ദേഹം വന്നിട്ട് ഒരുമിച്ച് വേണം ഞങ്ങൾക്ക് കേക്ക് കട്ട് ചെയ്യാൻ. എന്നാ ശരി, ഞാൻ ഈ ബലൂൺ പൊട്ടിക്കട്ടെ ചേട്ടാ? മിണ്ടാതിരിടാ. ഗോലിച്ചേട്ടൻ എപ്പോ വരും ചേട്ടാ? എനിക്കറിയില്ലടാ. അതുവരെ എന്ത് ചെയ്യും? ഞാൻ ഈ ബലൂൺ പൊട്ടിക്കട്ടെ ചേട്ടാ? സത്യം പറഞ്ഞ മുന്നച്ചേട്ടന്റെ വീട്ടിലുള്ളത്ര വെളിച്ചം ഈ ഗ്രാമത്തിൽ മുഴുവനും ഇല്ല. സത്യം പറ, മുന്നച്ചേട്ടൻ നിങ്ങളുടെ കസിനാണോ അതോ മുതലാളിയാണോ? എടാ, എലി എത്ര വലുതായാലും അത് പൂച്ചയെക്കാളും ചെറുതായിരിക്കും. മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? നിങ്ങൾ എലിയാണെന്ന്. എന്നാ വാ, വേഗം പോകാം, ഇല്ലെങ്കിൽ കേക്ക് തീർന്നു പോകും. പിന്നെ കിട്ടണമെങ്കിൽ മുന്നച്ചേട്ടന്റെ കയ്യും കാലും പിടിക്കേണ്ടി വരും. മുന്നു, തുനക്പൂരിലെ തുന്നു, നിന്നെ കുട്ടിയായപ്പോ കണ്ടതാ. ഒരു മാറ്റമില്ലല്ലോ നിനക്ക്. അന്ന് നാറ്റമുണ്ടായിരുന്നു, ഇന്നും നാറ്റമുണ്ട്. നമ്മുടെ മുന്നാബായിയെ സാർ വിളിക്കുന്നത്. എവിടെങ്കിലും ഒരു സാർ മിസ്സായി പോയാൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാലോ. ഈ വന്നയാളെ മുന്നോന്നാണല്ലോ വിളിക്കുന്നത്.
ആരാടാ നീ? എനിക്ക് എന്നെ മനസ്സിലായില്ലോ. ഓടാ അവിടെ നിന്ന്. കോഹ്ലി, നീ പറഞ്ഞിട്ടുണ്ടല്ലോ കേക്കിൽ കൂടുതൽ നെയ്യൊഴിച്ചാൽ നേരെ സംസാരിക്കാൻ പറ്റില്ല. കണ്ടോ, മുന്നോട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. മുന്നമ്മയുടെ മുന്നിൽ നേരെ നിൽക്കാൻ പോലും നമുക്ക് ധൈര്യമില്ല. ഇവന്മാര് വന്ന് നേരെ കളിയാക്കുവാണല്ലോ. വലിയ ടീമാണെന്ന് തോന്നുന്നു. വരുന്ന വഴിക്ക് ഗോലി മുന്നേ കുറിച്ചാ പറഞ്ഞത്. ചെറുപ്പത്തിലെ മുന്നയ്ക്ക് മുന്നയുടെ ചെരുപ്പ് കൊണ്ട് തന്നെ കൊറേ അടി കിട്ടിയിട്ടുണ്ടെന്ന്. എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ലോ. തലയിലല്ല അടിച്ചിരുന്ന്, അതുകൊണ്ട് ഓർമ്മശക്തി പോയിട്ടുണ്ടാവും. ഗോലി ഐസ്ക്രീമിന്റെ പേരും പറഞ്ഞ് നിനക്ക് ശരിക്കും എഴുതരുമായിരുന്നു. ഇപ്പൊ ഓർമ്മ വന്നോ? ഇല്ല. ചെറുപ്പത്തിലെ ഓടുന്ന ട്രെയിനിൽ നിന്ന് അടുത്തുള്ള ട്രെയിനിലോട്ട് നിന്നെ ഒറ്റ തള്ളിന് ഞാൻ ഇട്ടിട്ടുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. എടാ, ഇനി മറ്റേ കാര്യം പറ. അപ്പൊ എന്തായാലും ഓർമ്മ വരും. ഓർമ്മ വന്നോന്ന് പറയാം. ഇല്ലെങ്കിൽ ഇവനെ എന്നെ കൂടുതൽ കളിയാക്കും. ഞാനിതെന്തിനാ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ മനസ്സിലായി. നന്നായി നിനക്ക് ഓർമ്മ വന്നത്. അല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു. കൊച്ചിലെ നിന്നെ ഒരു ആട്ടുംകുട്ടിയുടെ വേഷം പിടിപ്പിച്ചിരുന്നു. അന്ന് നിന്നെ ഒരു ആട് എടുത്തിട്ട് പോയി. ഹലോ ചേട്ടാ, ഇവൻ കൊച്ചിലെ ഭയങ്കര ഗുണ്ടയാണ്. ഗുണ്ടയാണോ ഇവൻ? തുനക്പൂരിലെ ഗുണ്ടയല്ല, ഇവൻ ഉണ്ടയാണ്. ഉണ്ട. ചെറുപ്പത്തിലെ ഇവന് ഒരു വൃത്തിയില്ലായിരുന്നു. കൊതുക് പോലും കടിക്കുന്നത് സോപ്പിട്ട് കഴുകിട്ടാ. അത് ശരി. അപ്പൊ ഇന്നലെ ആ അഴുക്കിയാലിന്റെ അകത്ത് വീണതല്ലേ? മനഃപൂർവ്വം എടുത്ത് ചാടിയതാ അല്ലേ? ആ, അഴുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? ഓഹോ, അപ്പൊ നിങ്ങളും എന്നെ കളിയാക്കാൻ തുടങ്ങിയല്ലേ? ഇവരായിരുന്നെങ്കിലും ഓക്കെ. എന്നാലും ഇവരാരാ? ചേട്ടാ, ബലൂൺ പൊട്ടിക്കട്ടെ ചേട്ടാ? പൊട്ടിക്കടാ, നീ എല്ലാം പൊട്ടിക്കടാ. ഓക്കെ ചേട്ടാ, പൊട്ടിക്കാം. ഓരോ ബലൂൺ പൊട്ടിക്കുമ്പോ അത്രയും പ്രാവശ്യം തന്നെ ഞാൻ വീടിന്റെ വെളിയിൽ ഒക്കെ താഴെ ഇടും. ആരാടാ പൊട്ടിച്ചേ? അത് തുമ്മിയതാ ചേട്ടാ. ഒരു കാര്യം ചോദിച്ചോട്ടെ? പറ. ഞാൻ ഈ ബലൂൺ പൊട്ടിച്ചോട്ടെ ചേട്ടാ? ഈ ഉണ്ടെന്നൊക്കെ വെറുതെ പറയുന്നതായിരിക്കും. യഥാർത്ഥത്തിൽ എന്ത് ജോലിയാ ചെയ്യുന്നേ? ഇവിടെ എനിക്കറിയാത്ത വഴികളില്ല. ഓ, ഓട്ടോ. അപ്പൊ നീ ഓട്ടോക്കാരനാണല്ലേ? ഈ നഗരത്തിലൂടെ ഞാൻ നടന്നാൽ ആള് കൂട്ടം കൂടും. ഓ, പാനിപ്പൂരി വിൽക്കുന്നവനാണോ? എന്റെ അനുമതിയില്ലാതെ ഇവിടേക്ക് ആർക്കും പ്രവേശിക്കാൻ പറ്റില്ല. ഓ, സെക്യൂരിറ്റി ആണല്ലേ? ഓക്കെ. നീ എന്റെ കൂടെ വന്നാ മതി. നിനക്ക് എന്റെ നാട്ടിലെ ATM സെക്യൂരിറ്റി പണി വാങ്ങിച്ചു തരാം. നല്ല AC കിടന്ന് ഉറങ്ങാനും പറ്റും. ആളുകളെ കളിയാക്കാൻ PhD എടുത്തവരാണോ നിങ്ങള്? ഇപ്പൊ ഞാൻ എന്റെ പവർ കാണിച്ചു തരാം നിങ്ങൾക്ക്. സെക്യൂരിറ്റി. അയാള് വരത്തില്ല. അതെന്താ? ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് 2 മിനിറ്റ് ഞാൻ അയാളോട് സംസാരിച്ചു. അയാള് പുറത്തിട്ട് പോയി. ആ, അതൊക്കെ പെട്ടെ. നമുക്ക് കേക്ക് കഴിക്കാം. കേക്ക്. കേക്ക് മധുരമുള്ളതായാലും ബർത്ത്ഡേ സോങ് ഇല്ലാതെ കഴിച്ചാൽ അതിന് കയ്പായിരിക്കും. ഞാൻ നിനക്കൊരു ബർത്ത്ഡേ സോങ് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. വായിക്കൂ. നല്ല സന്തോഷവാനാകും. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിയ മുന്നക്ക് ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങ മൺഡേ ടു സൺഡേ. ആ പറയൂ. ഇത് ബർത്ത്ഡേ സോങ് ആണോ? എന്നെ കളിയാക്കാനുള്ളതാണോ? കേക്ക് കട്ട് ചെയ്തു, എല്ലാം ഇറങ്ങി പൊക്കോണം ഇവിടുന്ന്. മുന്നേ പാർട്ടി വളരെ ശോകമായിരുന്നു. ഇവര് വന്നതിന് ശേഷം കുറച്ച് തമാശയൊക്കെ കേൾക്കാൻ പറ്റിയത്. നിനക്ക് കുഴപ്പമില്ലല്ലോ, കളിയാക്കുന്ന എന്നെ അല്ലേ? മുന്നേ അതൊക്കെ വെറും തമാശയല്ലേ? ദാ നോക്ക്, നിനക്ക് വേണ്ടി ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നു. കണ്ടോ? അങ്ങനെ ഒരു കാര്യം നിങ്ങൾ നല്ല ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു ഗിഫ്റ്റ്? കണ്ടിട്ട് നല്ല ഇടിച്ചക്ക സാധനമാണെന്ന് തോന്നുന്നു. നിങ്ങളെല്ലാവരും ഒരു പാർട്ട്ണറല്ലേ? എന്താ ഒന്നും മിണ്ടാത്ത? താങ്കളുടെ വേണ്ടപ്പെട്ട ആൾക്കാരല്ലേ? ഞങ്ങളിപ്പോ എന്താ പറയുക? നിന്റെ കളിയും ചിരിയൊക്കെ ഞാൻ ശരിയാക്കി തരാം. നിന്റെ ഫോൺ എടുത്ത് ഞാൻ പോലീസിനെ വിളിച്ചു പറയും തങ്കുവിന്റെ വീട്ടിൽ നിന്ന് മാല പൊട്ടിച്ച ഞാനാണെന്ന്. അതിന് എന്റെ ഫോണിൽ ബാലൻസ് ഇല്ലല്ലോ. എങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറയും നീയാ മോഷ്ടിച്ചെന്ന്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വാണ്ടടല്ലേ? എനിക്ക് 2 എണ്ണം വാങ്ങിത്തരാൻ പോയാ നിങ്ങൾക്ക് അവിടുന്ന് 4 എണ്ണം തിരിച്ചു കിട്ടും. എനിക്ക് 4 എണ്ണം ഓക്കെ, പക്ഷെ നിനക്ക് ഞാൻ 2 എണ്ണം വാങ്ങിത്തരും.
വാണ്ടടോ, ഇവനാണോ വാണ്ടഡ്? പണ്ട് ഞങ്ങള് ക്രിക്കറ്റ് കളിക്കുമ്പോ ഇവനെ ബോള് പിറക്കാൻ വേണ്ടി വെക്കുമായിരുന്നു. ക്രിക്കറ്റിൽ പോലും വാണ്ടഡില്ല, പിന്നെ അല്ലേ സ്റ്റേഷനില്. അതത്ര വലിയ ജോക്കൊന്നും അല്ലായിരുന്നു, ഇത്രയും മാത്രം ചിരിക്കാൻ. ചിരിക്കല്ലടാ, കരയാടാ. എന്റെ ബർത്ത്ഡേ ദിവസം എന്റെ നാട്ടിൽ വെച്ച്, എന്റെ വീട്ടിൽ വെച്ച്, എന്റെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്നെ കളിയാക്കുന്നു. അല്ലല്ലോ, ഇനി ആരും മുന്നുപേര് ഒന്നും പറയരുത്. നമ്മൾ ആഘോഷിക്കാൻ വന്നതല്ലേ. എല്ലാരും അവരവരുടെ വായടക്കൂ, എന്നിട്ട് കാല് റെഡിയാക്കൂ. എന്തിനാ ചേട്ടാ? ബർത്ത്ഡേക്ക് ബർത്ത്ഡേ ബോംബ് പൊട്ടിച്ചില്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് അറിയില്ല, ഉരുളക്കിഴങ്ങ് ഇല്ലാത്ത പോലെ ആവും. ഇവന്റെ വയസ്സ് എത്രയാണോ അത്രയും ചവിട്ട് ഇവന്റെ ആസനത്തിൽ കൊടുക്കണം. നിന്റെ വയസ്സ് എത്ര പറ? 9. ആ കണക്ക് വെച്ചിട്ട് ഒരു 800 ബോംബ് പൊട്ടിക്കേണ്ടി വരും. 9 വയസ്സാണ്. വർഷമല്ല, ദിവസക്കണക്കിനാ ബോംബ് പൊട്ടിക്കുന്നേ. പൊട്ടിക്കൂ 800 ബോംബ്. അയ്യോ വേണ്ട വേണ്ട. ഓക്കെ, എങ്കിൽ മിനിറ്റ് കണക്കിന് അടിക്കൂ. അയ്യോ വേണ്ട വേണ്ട. ഓക്കെ, സെക്കൻഡ്. ഇതെന്നും എന്നെ കഷ്ടപ്പെടുത്തുന്നതിന്. ഇതെന്നെ കോൾ ചെയ്ത് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ലീവാണെന്ന് പറഞ്ഞതിന്. എന്നാ പിടിച്ചോ. ആഹാ, ബർത്ത്ഡേ പോയി തളർന്നു വീണല്ലോ. ഇനി അടുത്ത ബർത്ത്ഡേ കാണാം. ബൈ. അല്ലല്ലോ, എന്റെ പ്രിയപ്പെട്ട സഹോദര, എത്ര വർഷത്തിന് ശേഷം നിന്നെ കണ്ടത്. നമുക്ക് പിന്നെ കാണാം. ബൈ. ചേട്ടാ, ആ പറ, നിനക്ക് ബലൂൺ പൊട്ടിക്കണമായിരിക്കും അല്ലേ? അല്ല, ഞാൻ ചോദിക്കാൻ വന്നത് ഈ ബലൂൺ പൊട്ടിച്ചിട്ട് ഞാൻ ഇവിടെ വേറൊരു ബലൂൺ വെച്ചാലോ എന്നാ. അപ്പൊ നല്ല രസമായിരിക്കും അല്ലേ? ഗോലിച്ചേട്ടനെ കാത്തിരുന്ന് എന്റെ അടുത്ത ബർത്ത്ഡേ വരുമെന്നാ തോന്നുന്നത്. ബലൂൺ പൊട്ടിക്ക്, കേക്കും കട്ട് ചെയ്യാം. ഞാൻ ഗോലിച്ചേട്ടൻ ഇപ്പൊ കത്തെഴുതിയിട്ട് എല്ലാ ബന്ധവും നിർത്താൻ പോവാ. എടാ, കതുകൊന്ന് തുറക്ക്. ആരാണോ ആദ്യം കോളിംഗ് ബെല്ല് കേട്ടത് അവര് തുറക്കണം. ചേട്ടാ, വീട് നിന്റെ പേരിൽ എഴുതി തരണമായിരിക്കും. ഞാൻ തന്നെ തുറന്നോളാം. ഞാൻ പറയാൻ വന്നത് ഞാൻ കഥ തുറക്കാന്ന. നീ പറയുന്നു നീ തുറക്കാന്ന്. അങ്ങനെയാണോ? എങ്കിൽ തുറക്ക്. ആദ്യം വീടിന്റെ പേരിൽ എഴുതാ. മുന്നെയാണ് എഴുതുന്നത്. എന്റെ ബർത്ത്ഡേക്ക് വന്നില്ല അല്ലേ? കുട്ടൻ ബലൂൺ പൊട്ടിക്കാൻ വേണ്ടിട്ട് റെഡി ആയിരിക്കായിരുന്നു. പക്ഷെ ഞാൻ അവനെ സമ്മതിച്ചില്ല. ഇന്നത്തോടെ എന്റെയും നിങ്ങളുടെയും എല്ലാ ബന്ധം കഴിഞ്ഞു. അയ്യോ, അപ്പൊ നമ്മള് പോയത് മുന്നയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് അല്ലായിരുന്നോ? പിന്നെ അതാരാ? ഞങ്ങള് മുന്ന സാറിനെ ഉപേക്ഷിച്ചു. മുന്ന സാർ എന്തിനാ? മുന്ന സാറ് മതി. മുന്ന സാറെന്തിനാ? മുന്ന മതി. ഇന്നു മുതൽ ഞങ്ങളുടെ നേതാവ് ഗോലിച്ചേട്ടനാ. ഗോലിച്ചേട്ടൻ സിന്ദാബാദ്.